വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് കുറെ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. എന്താണെന്ന് അറിയോ? നമ്മുടെ ഹെയർ സിറം. അപ്പോൾ ഹെയർ സിറത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഉള്ളോടുകൂടി വളരാനായിട്ട് ഇഷ്ടപ്പെടാത്തവരാരുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ല സൂപ്പർബായിട്ട് വർക്കിംഗ് ആവുന്ന മുടി നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്ന ഹെയർ സിറമാണ് നമ്മളിന്ന് കാണുന്നത്. നല്ല ഇഫക്റ്റീവ് ആണ്, വാട്ടർ സോല്യൂബിൾ ആണ് നമ്മുടെ ഈ ഒരു ഹെയർ സിറം. അതുകൊണ്ട് തന്നെ നമുക്കിത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമ്മൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുടി നന്നായിട്ട് വളരെ നല്ല ഉള്ളോടുകൂടി നല്ല ഷൈനി ആയിട്ട് സ്മൂത്ത് ആൻഡ് അതുപോലെ തന്നെ ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഹെയർ സിറാണ് നമ്മളിന്ന് കാണാൻ പോകണം. നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഭയങ്കര ഹൈപ്പായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിരുന്നതും അതുപോലെ നമ്മളിന്ന് തയ്യാറാക്കുന്നതൊക്കെ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു 1 വീക്ക് കൊണ്ട് തന്നെ നല്ല ഇഫക്റ്റ്, പ്രത്യേകിച്ച് എൻ്റെ ഒരു ഓയിലി ടൈപ്പ് ഹെയറാണ്. അപ്പോൾ ഇത് ഈ സിറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല അപ്ലൈ ചെയ്ത് 2 ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്താൽ മുടി ഇങ്ങനെ ഭയങ്കര ബൗൺസി ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഞാൻ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഇത് കുറച്ചിങ്ങനെ ഒരു ഉള്ളിൽ തോന്നിക്കുന്ന ഒരു ഹെയർ സിറാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി 1-2 ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്താൽ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൗൺസി ആയിട്ട് നിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഒന്നും കൂടി ബൗൺസി ആവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നല്ല സൂപ്പർബായിട്ട് വർക്കിംഗ് ആവുന്ന ഒരു എന്താ പറയുക ഹെയർ സിറാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ വേറെ അപ്ഡേറ്റ് കൂടി ഉണ്ട്. നമ്മുടെ നില സിറപ്സിന്റെ ഹെയർ സിറത്തിന് പുതിയൊരു വേർഷൻ ആയിട്ടാണ് നമുക്ക് ഇറങ്ങിയിട്ടുള്ളത്. നല്ല സൂപ്പർബായിട്ടുള്ള എന്താ പറയുക കൂടുതൽ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ നമുക്ക് ബെനിഫിറ്റും അതുപോലെ തന്നെ എന്താ പറയുക കൂടുതൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഹെയർ സിറായിട്ട് നമ്മളൊന്ന് അതിനെ എന്താ പറയുക മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നല്ല കിഡിലനായിട്ടുള്ള ഒരു ഹെയർ സിറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ റെഡിയാക്കാനൊന്നും ടൈം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സിറാണ് നമ്മളിപ്പോൾ നില സിറപ്സിൽ. വാട്ടർ സോല്യൂബിൾ ആണ്. നമുക്ക് മുന്നുണ്ടായിരുന്നു, അതിനൊന്ന് എന്താ പറയുക പുതുമയാക്കിയിട്ട് അല്ലെങ്കിൽ മേക്ക് ഓവർ ചെയ്തെടുത്തു എന്ന് മാത്രം. നല്ല കൂടുതൽ ഇൻഗ്രീഡിയൻസ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പുതിയ ടെക്നോളജി ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സിറായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഹെയർ സിറം എങ്ങനെയാണ് റെഡിയാക്കണമെന്നും നമ്മുടെ നില സിറപ്സിന്റെ പുതിയ സിറവും അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാം, ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ പഴയ നില സിറപ്സിന്റെ സിറത്തിന് ഒന്നും കൂടി മേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസും കൂടുതൽ ടെക്നോളജിയും ഒക്കെ ആഡ് ചെയ്തിട്ട്. ഇത് നമ്മുടെ നില സിറപ്സിന്റെ വാട്ടർ ബേസ്ഡ് റിവിറ്റലൈസിങ് ഹെയർ സിറം കേട്ടോ. ഇത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ട കാര്യമില്ല. രാവിലെയും വൈകുന്നേരം നമുക്ക് റുട്ടീനായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസുകൾ വന്നിട്ട് നയാസിനമഡ്, അതുപോലെ തന്നെ ക്യാരറ്റ് സീഡ് ഓയിൽ, അതുപോലെ ഗ്രേപ്പ് സീഡ്, ഭൃംഗരാജ്, ലാവൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ കൂടുതലായിട്ട് മെയിനായിട്ട് വരുന്നത്. ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഹെയർ ഷൈനി ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഇതിൽ നയാസിനമഡ് നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുടിയുടെ ആ സ്കാൾപ്പിൽ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ക്യാരറ്റ് സീഡ് ഓയിൽ നമ്മുടെ മുടി ഹൈ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഗ്രോത്ത് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഇതിലുള്ള ഭൃംഗരാജും സെയിം ഇഫക്റ്റിനെയാണ്, മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൾപ്പിൽ പുതിയ റൂട്ടിലൊക്കെ മുടി നന്നായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇവിടെ കസ്റ്റമർ കെയറിന്റെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ വാട്സ്ആപ്പ് ചെയ്യാം. അല്ലെങ്കിൽ www.niraska.in എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ്, അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നേരിട്ട്. മുടി നന്നായിട്ട് വളരാനും ഉള്ളു വെക്കാനും അതുപോലെ മുടിയുടെ ഇഷ്യൂസ് ഒക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സിറം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് സിറം നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക, നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറിലായിരിക്കുക. ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഇത് പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പത്തിനും ഇല്ല, പുറത്ത് തന്നെ വെക്കാൻ നമുക്ക് കുഴപ്പമില്ലാത്ത സിറം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. വാട്ടർ ബേസ്ഡ് സിറാണ് നമ്മൾ റെഡിയാക്കുന്നത്, അതായത് വെള്ളം മാതിരി ഇരിക്കുന്ന കൺസിസ്റ്റൻസി ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഗ്ലാസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എള്ളാണ്. ഞാൻ കറുത്ത എള്ള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂൺ എള്ള്. അപ്പോൾ എള്ള് നമ്മുടെ മുടിയുടെ ഞാൻ ഒരുപാട് ഇപ്പോൾ വീഡിയോസിൽ കാണിക്കുന്നു, ഹെയർ ഗ്രോത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അത് നമ്മൾ പറയുന്നത് എടുക്കുന്നതും. 3 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക ഭയങ്കര വൈറലായി ട്രെൻഡിക്കായി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റോസ്മേരി എന്ന് പറയുമ്പോൾ റോസ്മേരി ലീവ്സ് ആണ്. ഇത് നമുക്ക് എന്താ പറയുക ഗ്രേ ഹെയറിനെ സ്ലോ ചെയ്യാനും അതുപോലെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാനും മുടി കൊഴിച്ചിലിനും എല്ലാത്തിനും ഒരുപാട് നല്ലതാട്ടോ.
അപ്പോൾ യൂസ് ചെയ്തതിൽ നിന്നും എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ഈ റോസ്മേരിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ റോസ്മേരിയുടെ ഉപയോഗം നമ്മുടെ മുടിക്ക്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് റേറ്റുള്ള 500 സംതിങ്ങിൻ്റെയാണ്. കുറച്ച് വലിയ പാക്കാട്ടോ, ഒരു വണ്ണല്ല, ഹാഫ് kg പാക്കാന്ന് തോന്നുന്നു. കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുക. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇതിൻ്റെ ഇലകളാണിത്. അപ്പം ഇത് നമുക്ക് ഫുഡിലാണെങ്കിലും അതുപോലെ സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ നല്ലതാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളമുള്ളതുകൊണ്ട് സ്കിൻ കെയറിനും നല്ലതാണ് കേട്ടോ, ചുളിവൊന്നും വരാതിരിക്കാനൊക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാം. അപ്പം സെയിം ഞാൻ 3 ടീസ്പൂൺ തന്നെ സെയിം ടീസ്പൂൺ കൊണ്ടാണ് എടുത്തിരിക്കുന്നത് റോസ്മേരി ലീവ്സും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വെള്ളത്തിലെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാൻ തലേന്നാണ് ഇത് ചെയ്യണത്. ഒരു രാത്രി ഇത് രണ്ടും നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അതായത് സോക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. ജസ്റ്റ് ഇടുക തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് റിസൾട്ട് കിട്ടില്ല. നല്ല 100% ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല റിസൾട്ടാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ് അങ്ങനെ ചെയ്യണത്. പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട്, അതായത് നല്ല അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. വെള്ളത്തിനാണെങ്കിൽ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് നമ്മളൊന്ന് എന്താ പറയുക തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അടി കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ സോസ് പാൻ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കുകയാണ്. തിളപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ട് ഇങ്ങനെ എന്താ പറയുക ആർത്തിപ്പിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വെട്ടി തിളപ്പിക്കരുത്. നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ തള കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്നത് കാണിക്കാം, മിക്സ് റെഡിയാക്കണേ മുന്നേ. കാരണം എന്ന് വെച്ചാൽ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണെന്നൊക്കെ കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ഉണ്ടാക്കണേ മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചത് കഴിയാറായിട്ടുണ്ട്. ആ കുപ്പിയുടെ ഒരു ഇത് കണ്ട എന്താ പറയുക ഞെക്കി. അപ്പോൾ ആ കുപ്പി ഒരു എന്താ പറയുക ക്വാളിറ്റി കുറേ കുപ്പിയാണ്, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ തീ കുറച്ച് കൂട്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാതെ മൂടി വെച്ച് തിളപ്പിക്കാം. അത് നിലവിൽ തിളക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ആ കുപ്പിയുടെ വിശേഷം പറയാം. ഞാൻ ഓൺലൈനിൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ട് വലിയ 500 ml തോന്നുന്നുണ്ട് ബോട്ടിൽ മേടിച്ചു. 2 മേടിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരെണ്ണം എനിക്ക് യൂസ് ചെയ്യാനും പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതിൽ നല്ലൊരു കുപ്പിയിൽ ഒഴിച്ച് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടും. അപ്പോൾ കുപ്പി അത്ര നല്ലതല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും നല്ല കുപ്പി ഉണ്ടെങ്കിൽ അതിലാക്കിയാലും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ തരാം, തെറ്റൊന്നും ഇല്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമങ്ങും. അതിനൊരു എന്താ പറയുക ഉറപ്പില്ല അതിൻ്റെ ആ ഒരു ബോഡിക്ക് കുപ്പിയുടെ. അപ്പോൾ ഇതേ നമ്മുടെ റോസ്മേരി നമ്മൾ അടച്ച് വെച്ച് തിളപ്പിച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമ്മൾ തീ കുറച്ച് വെച്ച് തിളപ്പിച്ച്. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ഇത് ഫുൾ വറ്റി കൂട്ടോ. അതുകൊണ്ട് തീ കുറച്ച് തന്നെ വെക്കുക. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കണത് ഇത് നമ്മുടെ അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു നല്ല കറുത്തിട്ടുള്ള ഒരു വെള്ളം നമുക്ക് കിട്ടാം കേട്ടോ. നല്ല സാധനമാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോണ്ട് തെറ്റില്ലല്ലോ. നമ്മളെല്ലാം ട്രൈ ചെയ്ത് മടുത്തിരിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ അത് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ആ പാത്രത്തിൽ കറങ്ങണമെന്നില്ല. ഫാൻ ഇട്ടു ഇതൊന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി, അല്ല ചൂടാറി കിട്ടാൻ. അതായത് ചൂടാറി. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചൊരു എന്താ പറയുക, നമ്മൾ ഓയിലി ഹെയർക്ക് ഭയങ്കര നല്ലതാണ്. കാരണം ഇത് അപ്ലൈ ചെയ്യുന്നതോറും ഭയങ്കരമായിട്ട് ബൗൺസി ആയിട്ടും കുറച്ച് ഉള്ളുള്ള മാതിരി തോന്നും. പക്ഷേ ഡ്രൈ ഹെയറുകാർക്ക് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് 2 നമ്മുടെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ 2 ഡ്രോപ്സ് ആൽമണ്ട് ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. മുടി നമുക്ക് ഈ വാട്ടർ ബേസിനെ ഒന്ന് ഓയിൽ സോല്യൂബിൾ ആക്കാൻ നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് നിങ്ങൾക്ക് കണ്ടില്ലേ ഇങ്ങനെ ഷൈനി ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മുടി. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ബൗൺസി ആയിട്ട്, അതായത് ഈ സ്പ്രേ അടിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒന്നുകൂടി ഉള്ളിൽ വെച്ച മാതിരി തോന്നിക്കും ഈ സ്പ്രേ അടിക്കുമ്പോൾ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പരന്ന് ഫ്രിസിയായി കിടക്കുന്ന മുടിയാകുമ്പോൾ ഒന്നും കൂടി ഫ്രിസിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 2 വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 30 റുപ്യ കൂടെ ഉള്ളതെന്നുണ്ട് അന്ന് ഞാൻ മേടിക്കുമ്പോൾ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പിന്നെ എന്താ പറയുക അതിൻ്റെ കുപ്പി ബോട്ടിലാണ് മേടിക്കുന്നത്. അപ്പോൾ ക്യാപ്സ്യൂളിന് എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ക്യാപ്സ്യൂളൊക്കെ നമ്മുടെ ഈ ഇവിടുന്ന് ഓൺലൈനും കിട്ടും, പിന്നെ ഷോപ്പുകളിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും ഇവിയോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് 2 ക്യാപ്സ്യൂള് കുറച്ച് ഷീറ്റ് മേടിച്ചതിൽ 2 എടുക്കുക. എന്നിട്ട് ഈ കുപ്പിയിൽ നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്യുമ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മാത്രമായിട്ടോ പറയണം. ഓയിലി ഹെയർ ആണെങ്കിലും നോർമൽ ഹെയർ ആണെങ്കിലും ഒന്നും ചെയ്യണ്ട.
അപ്ലൈ ചെയ്യുക, 2 നേരം അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു കാര്യം, ഇത് നനവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടി വയ്ക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തലയ്ക്ക് നമുക്ക് ചുമയും കാര്യങ്ങളും ജലദോഷമൊക്കെ വരും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തലക്കനം പോലെയൊക്കെ തോന്നും കേട്ടോ. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയിടുക. എന്താണെന്ന് വെച്ചാൽ ചെറിയ നനവുണ്ടാവും, അപ്പോൾ അത് ഉണങ്ങിയിട്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പോഴേ തൊണ്ടവേദനയൊക്കെ എടുക്കും നനവ് അങ്ങനെ കെട്ടിവെച്ച. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കിടക്കണേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് നനവോടും. പിന്നെ മുടിക്ക് ഇങ്ങനെ ദോഷമാണ് അങ്ങനെ നനവ് കെട്ടി വെക്കുന്നത് രാത്രി. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് ഉണങ്ങും, പെട്ടെന്ന് ഉണങ്ങി സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കെട്ടി വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ലൊരു സിറം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിലാസെറക്സിൻ്റെ നമ്മുടെ സിറവും അടിപൊളിയാണ്. ഇപ്പോൾ പുതിയൊരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളത് മസ്റ്റായിട്ട് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. മുടി നന്നായിട്ട് ഗ്രോത്ത് വരാനും അതുപോലെ മുടിയുടെ ആ ഒരു വളർച്ചയ്ക്കും ഒപ്പം തന്നെ മുടി നല്ല ഉള്ളിൽ വയ്ക്കാനും പിന്നെ മുടിയുടെ കുറേ അധികം ഇഷ്യൂസിനൊക്കെ നല്ലതായിട്ടോ നമ്മുടെ നിലാസെറക്സിൻ്റെ സിറം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കും. അപ്പോൾ നമ്മുടെ ഹെയർ സിറത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കണ്ടില്ലേ? നല്ല കിടിലനായിട്ടുള്ള ഹെയർ സിറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നല്ല റിസൾട്ട് ഉണ്ട്. ഇതുമാതിരിയാണ് ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 വീക്സ് പുറത്തിരുന്നുണ്ടായിരുന്നു. മണോ പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് റോസ്മേരിയുടെ ഒരു ടൈപ്പ് ഒരു സ്മെല്ലില്ല, ഒരു സ്മെല്ലുണ്ട്, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും എനിക്ക് 2 വീക്സ് വെച്ചപ്പോൾ പ്രശ്നം വന്നില്ല. പുറത്താണ് വെച്ചിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതിൽ നമ്മുടെ എള്ളുള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരെ മാത്രമല്ല മുടിക്ക് ആ ഒരു കുറേ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുടിക്ക് അതിനും ആ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ റോസ്മേരി എനിക്കറിയാം കുറച്ച് എക്സ്പെൻസീവ്, ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് നല്ല ക്വാളിറ്റി വരും. ഞാൻ എപ്പോഴും അങ്ങനെ മേടിക്കുമ്പോൾ പൈസ കുറേ കുറവുള്ളതും കൂടുതലൊക്കെ കാണും. പക്ഷെ നല്ല ക്വാളിറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ പൈസ കുറച്ചൊരു 500 രൂപയൊക്കെ അടുത്ത് എത്തുണ്ടാവും. പക്ഷെ നമ്മളതൊരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട്, കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഇഫക്റ്റീവായിട്ടുള്ള എക്സ്ട്രാ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് ഫാസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സിറം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്, നമ്മുടെ കാട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു സിറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. ലവ് യു ഓൾ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു 2 വീക്കിൽ മുടി കൊഴിച്ചിലൊക്കെ എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും ഇത് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ കുറേ പേർക്ക് അങ്ങനെ കമൻറ്റ് ചെയ്ത കമൻറ്റുകൾ കാണുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല കാര്യങ്ങൾ കുറേ പേരിലേക്ക് എത്തുകയും കുറേ പേർക്ക് നല്ല റിസൾട്ട് കാണുകയും വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ വീണ്ടും ചെയ്യാൻ തയ്യാറാണ് ഒരു വീഡിയോ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റൊക്കെ നിങ്ങളുടെ അപ്ഡേറ്റുകൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു റിസൾട്ടും കൂടി നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വീണ്ടും ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്ര നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. ലവ് യു ഓൾ.